നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല. രണ്ടുപേരും കൂടെ പോയാൽ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ പീസ് യൂരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയപ്പോലെ. അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് പേടിയുണ്ട്? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ട് ചെല്ലേ. എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. ഇറങ്ങി വന്നിട്ട് ശരിയാക്കാം. എനിക്ക് വയ്യ, പാവം പട്ടി അടഞ്ഞ് എന്നെ ഇരിക്കുന്നത്. നീ വേഗം എങ്ങി വാ, അതിന് രണ്ട് കൊടുക്കണം. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു. ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതയ്ക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുക കൊല്ലുക എന്ത് വേണമെങ്കിലും ചെയ്. എനിക്ക് വയ്യ അത് കാണാൻ. അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കള്ളപ്പട്ടി ഇപ്പം നോക്കിക്കോ. എവിടെ പടി? എവിടെ? അയ്യോ അമ്മോ, അയ്യോ അയ്യോ അയ്യോ. പ്രേമ തല്ലല്ലേ ചേച്ചി? വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടിയെ തല്ലും പോലെ അല്ലടാ എന്നെ അവര് തല്ലിയത്. പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു? നീ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമവും. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? വേദനയുണ്ടല്ലേ? അയ്യോ, തുണിമുക്കല്ലേ? മഴയും പെയ്യുന്ന. അയ്യോ പുള്ളി, ഇത്ര പെട്ടിയാ? ചൂടുവെള്ളോ? അപ്പോ അടി കിട്ടുന്നതിന് മുമ്പിൽ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. അല്ലടാ ദുഷ്ട? അടി ഉറപ്പല്ലേ? ആ തള്ള തല്ലിയത് മനസ്സിലാക്കാം. ഇത് അവളും തല്ലിയടാ. പോട്ടടാ, നീ ഏതായാലും കെട്ടാനുള്ള പെണ്ണല്ലേ അവള്? കെട്ടും കെട്ടും, ഞാനവളെ തട്ടും. നോക്കിക്കോ. അവൾ അറിയാതെ ചെയ്തല്ലേ. എന്തായാലും അവസാനം മുഖം മൂടി പിടിക്കാൻ അവളുടെ ബ്ലൗസ് അല്ലേ ഉപകരിച്ചുള്ളൂ. അതാണടാ സ്ത്രീ ഹൃദയം. എന്തോ എന്റെ മനസ്സ് പറയുന്നു അവളെ നീ തന്നെ കെട്ടുമെന്ന്. ഇത്രയും ത്യാഗമൊന്നും ലോകത്തൊരു കാമുകനും അനുഭവിച്ചു കാണില്ല. നീ കവിയല്ലേ? നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ എഴുതും. നിന്റെ വേദനയും വികാരങ്ങളും ഒക്കെ ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനെന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് പോസ്റ്റിൽ അയച്ചാ പോരെ? അവൾക്ക് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് മതിയോ? മതി 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 മതി. ഒരു കത്തുണ്ട്, ലക്ഷ്മിക്കാണ്. നിക്ക്. നിൻ മുലക്കച്ചയിൽ മുഖം ചേർത്തു വച്ചു ഞാൻ ഇന്നലെ രാവിൽ കിടന്നുറങ്ങി. തനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായോ ഇതുകൊണ്ട് ഇവിടെ വരാൻ? ഇത് നല്ല കൂത്ത്. അഡ്രസ് എഴുതിയിരിക്കുന്നിടത്ത് കത്ത് കൊണ്ടു കൊടുക്കാൻ നല്ലത്. കത്തിൽ എന്താണെന്ന് ഞാൻ നോക്കേണ്ട കാര്യം എന്താ?
പ്രേമചന്ദ്രൻ. എടാ പ്രേമചന്ദ്ര, ശാരദേന്ദു മയൂഖമാലകൾ ചൂടി നിൽക്കുന്ന വാനിലെ താരവൃന്ദങ്ങൾ പൂവിരിച്ചിട്ട് ഗാനഗന്ധർവ വേദിയിൽ പോയി വന്നാലോ ഓമലെ പ്രേമഭാവന തീർത്ത തോണിയിൽ. ഈ കവിത ആരെഴുതിയതാണ് സർ? ഈ കവിത എഴുതിയത് മഹാകവി പ്രേമചന്ദ്രൻ, അതായത് ഞാൻ. അവന്റെ ഒരു കവിത പഠിപ്പിക്കാൻ നടക്കുന്നു കോരങ്ങൻ. വല്ല പാറമടയിലും കല്ലൊടിക്കാൻ പോടാ. പാടി, ഇവിടുത്തെ പഠിത്തം മതി. നടക്കടി വീട്ടിലേക്ക്. എന്താ സുഭദ്രാമേ, എന്താ ഇവിടെ പ്രശ്നം? തിരുമേനി വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് മാത്രമാണ് നല്ല മാർക്കുണ്ടായിട്ടും ടൗണിലെ കോളേജിൽ നിന്ന് കാർഡ് വന്നിട്ടും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്റെ 2 പിള്ളേരെ ഇവിടെ ചേർത്ത്. അതിനിപ്പോ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കണം? ഇവനെ പോലുള്ള കോന്തന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നെങ്കിൽ പിള്ളേരെ പറ്റി ദണ്ണമുള്ള അച്ഛനമ്മമാരോ നീ കോളേജിന് തീ വയ്ക്കും. എന്താ കാര്യം ഒന്ന് തുറന്നു പറയൂ സുഭദ്രാമേ. ഈ കൊരങ്ങൻ എന്റെ മോളെ കുറിച്ച് കവിത എഴുതി അയച്ചിരിക്കുന്നു എന്റെ വീട്ടിലേക്ക്. ഇവരൊക്കെയാണ് ഇവിടുത്തെ വാദ്യമാരെങ്കില് എന്റെ മക്കൾ ഇവിടെ പഠിക്കണ്ട. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവർക്കും പോവാം. സുഭദ്രാമ വരൂ. ഞാനാ വിളിക്കണേ, വരൂ.